നമസ്കാരം. ആന്റണി ഭാഗ്യരാജ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ജയൻ രവി, കീർത്തി സുരേഷ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ തമിഴ് ചിത്രം സൈറൺ അഥവാ സൈറൺ 108 തിയേറ്റർ റിലീസിന് ശേഷം ഇപ്പോൾ OTTയിൽ എത്തിയിരിക്കുന്ന ഈ ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ് ചിത്രം ഇപ്പോൾ സ്ട്രീം ചെയ്യുന്നത്. നമ്മുടെ നായകൻ ജയിൽ പുള്ളിയാണ്. 14 വർഷങ്ങളായി ജയിലിലാണ് തിലകവർമ്മൻ എന്ന തിലകൻ. കഥ തുടങ്ങുമ്പോൾ തിലകന് പരോൾ ലഭിക്കുന്നതും അങ്ങനെ നാട്ടിലേക്ക് വരുന്നതുമാണ്. ഈ പരോൾ കാലമാണ് ചിത്രത്തിൻ്റെ പ്രധാന പ്രമേയമായി വരുന്നതും. ഇയാൾ എന്ത് കുറ്റത്തിനാണ് ജയിലിൽ പോയതെന്നൊന്നും തുടക്കത്തിൽ പറയുന്നില്ല. കാണാൻ ഒരു ടെറർ ലുക്കൊക്കെ ഉണ്ട് എങ്കിലും ആള് പാവമാണെന്നാണ് മറ്റുള്ളവർ പറയുന്നത്. അതുപോലെ തന്നെയാണ് അഭിനയിക്കുന്നതും. നാട്ടിലേക്ക് വരുമ്പോൾ മകൾ അയാളെ കാണാൻ തയ്യാറാകുന്നതുമില്ല. ഇയാളുടെ കൂടെ എപ്പോഴും ഒരു പോലീസുകാരനുണ്ട്. അത് പോലീസ് സിസ്റ്റം തന്നെ ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. പക്ഷേ നാട്ടിൽ വന്ന ശേഷം അവിടെ കുറച്ച് അപ്രതീക്ഷിത സംഭവങ്ങൾ നടക്കുന്നു. പോലീസ് ഓഫീസറായ നന്ദിനി അതിൽ തിലകനെ സംശയിക്കുകയും ചെയ്യുന്നു. പക്ഷേ നമ്മുടെ തിലകൻ പാവമല്ലടാ, നേരത്തെ പറഞ്ഞ പോലെ. സിനിമയുടെ പേരെന്തെന്ന് തുടക്കത്തിൽ തന്നെ അറിയാൻ പറ്റുമെങ്കിലും അപകടത്തിൻ്റെ സൈറനാണ് എന്ന് തിരിച്ചറിയാൻ കുറച്ച് സമയം കൂടി എടുക്കും എന്നുള്ളതാണ് ആകെയുള്ള ഒരു പോസിറ്റീവ്. അപകടം എന്നത് ജീവിതത്തിലെ ഇത്രയും സമയം നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യൻ സിനിമയിൽ തന്നെ എത്രയോ തവണ പറഞ്ഞ കഥ, ഇനിയും എത്രയോ തവണ പറയാൻ പോകുന്ന കഥ. നായകനല്ലേ സാർ, തെറ്റ് ചെയ്യുമോ? പക്ഷേ ജയിലിലായില്ലേ? ജയിലിലായാൽ എന്താ? ചെയ്യാത്ത കുറ്റത്തിന് പോയാലും ശിക്ഷ കഴിഞ്ഞ് വന്ന് കുറ്റം ചെയ്യാമല്ലോ. അതല്ലേ ഹീറോയിസം. ആവട്ടെ, പറഞ്ഞ കഥകൾ തന്നെ എത്ര തവണ പറഞ്ഞിരിക്കുന്നു, ഇനി പറയാനിരിക്കുന്നു. സൈറണിൽ അത് വീണ്ടും പറയാൻ അവർ തീരുമാനിച്ചാൽ അത് അവരുടെ ഇഷ്ടം. പക്ഷേ എന്തെങ്കിലും ഒരു വ്യത്യാസമൊക്കെ വേണ്ടേ എന്നത് പ്രേക്ഷകർ ആഗ്രഹിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ? തിലകനാണ് നായകൻ, എന്നിട്ട് ചെയ്യുന്നതൊക്കെ വേറെ ആരോ ആണെന്ന് പ്രേക്ഷകനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള സംവിധായകൻ്റെ ആ പരിപാടി ഒട്ടും ഏറ്റില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാന പ്രശ്നം. രംഗണ്ണൻ്റെ റീൽസ് വീഡിയോ ആണ് ഓർമ്മ വന്നത്. പറ്റിക്കാനുള്ള പരിപാടിയാണ് എന്ന് പ്രതീക്ഷിക്കാത്തത് കൊണ്ടാണോ, ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചത് കൊണ്ടാണോ എന്നറിയില്ല. മൊത്തം മിസ്റ്ററി ആയതുകൊണ്ട് ആദ്യത്തെ ഒരു അരമണിക്കൂർ കുഴപ്പമില്ലല്ലോ എന്നൊരു ഫീലായിരുന്നു. അച്ഛനെ കാണാൻ സമ്മതിക്കാത്ത മകൾ എന്ന് പറയുമ്പോൾ ഒരു ഇമോഷണൽ സംഭവമൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിലും ജയൻ രവിയുടെ മസിൽ പിടുത്തത്തിൽ അതിൻ്റെ ഫ്ലോയും അങ്ങ് പോയി. ഫ്ലാഷ് ബാക്ക് സീനുകളുടെ ക്ലൈമാക്സ് തുടക്കം മുതൽ 4-5 തവണ പറഞ്ഞതിന് ശേഷം ആ ഫ്ലാഷ് ബാക്ക് കഥ അരമണിക്കൂറിലധികം സമയമെടുത്ത് പറയാനുള്ള സംവിധായകൻ്റെ ധൈര്യം കൂടെ തീർച്ചയായും പരിഗണിക്കേണ്ടത് തന്നെയാണ്. ജയൻ രവിയുടെ ചിത്രങ്ങൾ മിക്കതും ഈ അടുത്ത കാലത്ത് വലിയ നിരാശകൾ സമ്മാനിച്ചവയാണ്, പൊന്നിയിൻ സെൽവൻ ഒഴികെ. ആ നിരാശപ്പെടുത്തിയ ചിത്രങ്ങളിലൊക്കെ കണ്ട ജയൻ രവി വേർഷനിൽ കുറച്ചുകൂടെ മസിൽ പിടിച്ചൊരു ഭാവമാണ് തിലകന്. ഫ്ലാഷ് ബാക്ക് സീനുകൾ കുറച്ചെങ്കിലും കൊള്ളാമെന്ന് തോന്നി സിനിമയിൽ. നായകൻ്റെ കൂടെ കോമഡി പറഞ്ഞു കിടക്കാൻ ഒരു കഥാപാത്രം പണ്ടേ മാസ് സിനിമകൾക്ക് ഒരു ബലഹീനതയായിരുന്നു. അത് ഇവിടെ ഓർമ്മപ്പെടുന്നത് യോഗി ബാബു ആണ്. എവിടെ കോമഡി എന്ന ചോദ്യം മാത്രം ബാക്കിയാവുന്നുണ്ട്. ഇൻസ്പെക്ടർ നന്ദിനി എന്ന കഥാപാത്രമായിരുന്ന കീർത്തി സുരേഷ് നായകനോട് കട്ടക്ക് നിൽക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണോ എന്നറിയില്ല, സീരിയസ് ആക്കാൻ അങ്ങേയറ്റം ശ്രമം നടന്നിട്ടുണ്ട്, പൂർണ്ണമായും പാളിയിട്ടുമുണ്ട്. ചിത്രത്തിൽ തന്നെ മിസ്കാസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയതും. ജെനിഫർ എന്ന കഥാപാത്രമായി അനുപമ പരമേശ്വരൻ എത്തുന്നുണ്ട്, മോശമാക്കിയിട്ടില്ല. സമുദ്രകനിയൊക്കെ സ്ഥിരം റോളിൽ തന്നെ വന്നു പോകുന്നു. ടെക്നിക്കൽ സൈഡ് നോക്കിയാൽ കൊള്ളാമെന്നാണ് അഭിപ്രായം. പക്ഷേ നട്ടല്ലായ തിരക്കഥ എന്നത് തീർത്തും ശോകം. ബിൽഡപ്പിൽ മുങ്ങിപ്പോയെന്ന് ചുരുക്കി പറയാം. ജയൻ രവി നല്ലൊരു സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കുന്ന സൈറൺ മുഴങ്ങുന്നതുവരെ കാത്തു നിൽക്കാം. അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ ബൈ ബൈ. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കണം. ടേക്ക് കെയർ.